ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഇൻടേക്ക് ഫുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുഡുകൾ ഇപ്പോൾ പലരും പല രീതിയിൽ ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ ആ ഫുഡ് കഴിക്കണം ഈ ഫുഡ് കഴിക്കണം. ഇപ്പോൾ പലരും കുറേ ഫുഡ് പേര് ബ്ലോഗാണോ വെസ്റ്റേൺസ് ഉദ്ദേശിക്കുന്നത്? ഫുഡ് വ്ളോഗ് ഇൻ ദ സെൻസ് ഫുഡ് വ്ളോഗിങ് അല്ല. ഫുഡ് വ്ളോഗ് ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഫുഡ് സ്പോട്ട് കാണിക്കുന്നു. ഒരു സ്പോട്ട് കാണിക്കുന്നു, നിങ്ങൾ അവിടെ പോയി കഴിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അവിടെ പോയി കഴിക്കുന്നത് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളും എല്ലാം ഈ പറഞ്ഞ പോലെ ഹൈജീനിക്കും എല്ലാം നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. ബട്ട് ഈവൻ ദോ നമ്മളുടെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഫുഡ് തന്നെയാണ് കൂടുതൽ. പക്ഷേ വൺസ് ഇൻ എ വൈൽ ഈ പറയുന്ന പോലെ കുഴിമന്തി പോലത്തെ ഭക്ഷണം, അൽഫാം, ഇതെല്ലാം കഴിക്കുന്നതാണ്. ബർഗേഴ്സ് എല്ലാം നമ്മൾ എടുക്കും. പക്ഷേ ക്രേവിങ് വരുമ്പോൾ ചിലപ്പോൾ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ഇത് ഇങ്ങനെ സെൽഫ് കുക്കിംഗ് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവർ പുറത്ത് പോയി പഠിക്കുന്നവരായിരിക്കും, പുറത്ത് പോയി ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും അവർ പ്രിഫറൻസ് പറയുന്ന തട്ടുകടകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽസോ 3 ടൈംസും കഴിക്കുന്നത് ഈ പുറത്തുനിന്നുള്ള ഫുഡുകളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വർക്കൗട്ടും കൂടി ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് എക്സസൈസും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ ഫാറ്റി ലിവർ ഓഫ് ഇന്ന് യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ ഫുഡിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ എടുക്കുന്ന, അതായത് ഒരു നോർമൽ, ഇപ്പം എനിക്ക് 38 ആവുന്നു, എനിക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഇൻടേക്സ് ഉണ്ട്, പ്രോട്ടീൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ എങ്ങനെയാണ്. നോർമലി ഞാൻ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴങ്കഞ്ഞി കഴിക്കുന്നുണ്ട്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ പുട്ട് കഴിക്കുന്നു, ദോശ കഴിക്കുന്നു, ഇഡ്ഡലി കഴിക്കുന്നു, പിന്നെ ഉപ്മാവ് കഴിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ കൂടെ മുട്ടയുണ്ടായിരിക്കും. പിന്നെ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഭക്ഷണത്തിൽ. പിന്നെ ലഞ്ച് എപ്പോഴും ചോറ് തന്നെയാണ്, മട്ടരിയാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം ഞാൻ അവരെ കഞ്ഞിയായിട്ട് കുടിക്കാറുണ്ട്. എല്ലാ ദിവസവും എൻ്റെ ഫുഡിൽ നോൺ വെജ് ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് നോൺ വെജ്. ഇപ്പോൾ ബീഫ് ആണെങ്കിൽ ബീഫ്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, ഇങ്ങനെ. ഇതാണ് എൻ്റെ ഒരു പാറ്റേൺ. എനിക്ക് ഇതുവരെ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ട്രഡീഷണൽ ഫുഡിന് പകരം ഇപ്പോൾ പലരും എന്താ പറയുക, ഓട്സ് കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഓട്സ് എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് മീൽ എന്നാണ് അറിയപ്പെടുന്നത്. ആക്ച്വലി ഓട്സ് നല്ലൊരു മീലാണ്, ബ്രേക്ക്ഫാസ്റ്റ് മീലാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോൾ എല്ലാവർക്കും ഓട്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലിയോ അല്ലെങ്കിൽ പുട്ടോ നമ്മളെപ്പോഴും നമ്മൾ മെഷർ ചെയ്യുക. നമുക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ആ ക്വാണ്ടിറ്റി നമ്മൾ നോക്കുക. അത് ശ്രദ്ധിച്ച് കഴിച്ചാൽ, ഇപ്പോൾ പോയിട്ട് 2 കുറ്റി പുട്ട് ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ചാൽ ഓവർ ഇൻടേക്ക് ആവും കാർബ്സ് എല്ലാം. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ലിമിറ്റ് ചെയ്ത് അത് കഴിക്കാമെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ഫുഡ് പുട്ടും പയറും കഴിച്ചോളൂ. അതിനൊപ്പം പ്രോട്ടീൻ ഇൻടേക്കും കൂടെ ചെയ്തോളൂ. നമ്മൾ എഗ്ഗോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കൺസ്യൂം ചെയ്ത് പ്രോട്ടീനും കൂടെ കഴിക്കുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ കഞ്ഞി കഴിക്കാറുണ്ട്, പഴങ്കഞ്ഞി കഴിക്കാറുണ്ട്. അപ്പോൾ അതിൽ കാലറീസും കൂടെ ഒന്ന് നോക്കുമ്പോൾ അത് ഹൈ ആയി പോകും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മുതിര ആയാലും പയറായാലും അതിലും കാലറീസ് ഉണ്ട്, റൈസിലും കാലറീസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ കാലറീസ് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് എടുക്കാതിരിക്കുക. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് കുറച്ച് ചെയ്താൽ കഞ്ഞിയും കുടിക്കാം, പയറും കഴിക്കാം. അതിനൊപ്പം ഈ ഫിഷ് ആണെങ്കിലും ഫിഷിൻ്റെ ഇൻടേക്ക് കൂട്ടണം. അപ്പോൾ നമ്മൾ ഒരു 30 ഗ്രാം പ്രോട്ടീനെങ്കിലും നമുക്ക് കിട്ടണ്ടേ, അല്ലെങ്കിൽ 20 ഗ്രാം. നമ്മൾ കഴിക്കുന്ന ലഞ്ചിൽ നമ്മൾ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഫിഷും വെജിറ്റബിൾസ്, ഗ്രീൻ വെജിറ്റബിൾസ്, ഇതൊന്നും ആരും കഴിക്കാറില്ല. 35 എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഒരു തിങ്ങാണ് റാഗി. നമ്മളതൊക്കെ മറന്നുപോയി. കാര്യം റാഗി ആരും ഇതൊന്നും കഴിക്കാറില്ല. പക്ഷേ റാഗി ദോശ ഇപ്പോഴും കഴിക്കുന്നുണ്ട് ആൾക്കാർ. അതൊക്കെ വളരെ നല്ലതാണ്, ബോണിനും ഇതിനൊക്കെ വളരെ നല്ലതാണത്.